ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഐ ലവ് യു പറഞ്ഞേ. മാർത്തക്ക് കുളിക്കാനുള്ള അവിനോട് വാഷിംഗ് ഷാമ്പു. ഇതെന്താ പറഞ്ഞത്? അമ്മ പൊട്ടിക്കണോ? അമ്മയുടെ സോഫ്റ്റ് ആയിട്ട് പറയും പൊട്ടിക്കാൻ. അമ്മയെ പൊട്ടിച്ചു തരുവോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് ലൈഫ് അറൗണ്ട് വാർത്ത. എന്നാ ഇത് നീ വെച്ചോ. ഞങ്ങള് നാട്ടിലെത്തിയിരിക്കുകയാണ്. നാട്ടിൽ വരുന്നത് പ്രമാണിച്ച് ഞങ്ങള് കുറച്ച് വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ വരുന്നു. അപ്പൊ കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം അത് പൊട്ടിക്കുന്നത് മാർത്തയുടെ കുറച്ച് സാധനങ്ങള്, എന്റെ കുറച്ച് സാധനങ്ങള്, കത്രിക എടുക്കാം. അതെല്ലാം കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഡയപ്പർ പൊട്ടിക്കണ്ട, നമുക്ക് ടോയ്സ് പൊട്ടിക്കാം. മാർത്തയ്ക്ക് ഉടുപ്പ് പൊട്ടിക്കാം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചു നോക്കാം. കുറച്ചധികം സാധനങ്ങളുണ്ട്. ഇതല്ലേ കത്രിക? ഇവിടെ വന്നിരിക്കും, പൊട്ടിക്കട്ടെ കത്രിക. നോക്കട്ടെ എന്താന്ന്. കത്രികയും കൊണ്ട് വന്ന മുറിക്കാം. ടോയ്സ് വേണോ? ഇത് മാർത്തയ്ക്ക് ഉടുപ്പ്, മാർത്തയ്ക്കുള്ള ഉടുപ്പ്. ഊര ഉടുപ്പ് താത്തയുടെ, ഉടുപ്പ് താത്തയുടെ. മാർത്തയുടെ പുതിയ ഉടുപ്പ് നമുക്ക് വീട്ടിലിടാൻ വേണ്ടി ഊര. ഇനിയുണ്ട്, വേറെ എടുക്കാം. എന്നിട്ട് അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഊരാട്ടോ. ഉടുപ്പ് താത്തയുടെ വേറെ ഉണ്ട്, ഇതിനകത്ത് ഉടുപ്പുണ്ട്. ഉടുപ്പ് താത്തയുടെ. മാർത്ത എവിടെയാ വന്നേക്കുന്നത്? മാർത്ത നാട്ടിൽ വന്നു പറ. എല്ലാ സാധനവും മാർത്തയുടെയാണ്. നോക്കട്ടെ. അയ്യോ, മാർത്തയ്ക്ക് പിന്നെ ഉടുപ്പ് വന്നോ? എന്റെ അമ്മ, ഊരനായില്ല മോനെ. ഇതെല്ലാം ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഊരാം. കുറേ ഉടുപ്പ്, അവിടുത്തെ ഉടുപ്പെല്ലാം ഇവർക്ക് ചെറുതായി. അപ്പം ഞാൻ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് ക്രൈന്ന് 1-2 ഏറ്റിക്കിടാനുള്ള ഡ്രസ്സുകളെല്ലാം വാങ്ങിയിട്ട്. ഊരനായില്ലെന്നേ. തൊപ്പി വെച്ചോ, എന്നിട്ട് നമുക്ക് ഊരാം. ഹലോ ഗൈസ് പറഞ്ഞു. തൊപ്പിക്കാരൻ കിട്ടുണ്ണി. മമ്മി പോയി, ഇങ്ങോട്ട് വാ. ദേ അടുത്ത് കാണാം. വാ, ഇവിടെ വന്നിരിക്കും. അതേ ടോയ് ഇവിടെ വന്നിരിക്കും. ടോയ് കാണിച്ചതാവേ. നോക്കോ. റെഡി 1 2. ഇതെന്താ ഇത്? ടോയ്സ് പൊട്ടിക്കണോ? കത്തിരിക്ക കൊണ്ട് മാമ പൊട്ടിക്കാം. എന്താ മാർത്തയ്ക്ക് വേറെ ഉടുപ്പുണ്ട്, അത് പൊട്ടിക്കാം കേട്ടോ. ടോയ്സ് പൊട്ടിക്കാം. ഉടുപ്പ് കാത്തിട്ട് കത്തിരിക്ക എടുക്കണ്ടെന്നേ. അയ്യോ, മാർത്തയുടെ നേറ്റ് ഡ്രസ്സുകളാണ് ഇതെല്ലാം. അതല്ല, വേറെ തരാം. നമുക്ക് വേറെ ടോയ് പൊട്ടിക്കാം. മാർത്തയ്ക്ക് പുതിയ ഉടുപ്പ് കിട്ടിയെന്ന് പറയും പപ്പയോട്. ടോയ്സ് മാർത്തയുടെ ടോയ്സ്. അവൻ പൊട്ടിച്ചേരാം. ബാറ്ററി ഉണ്ടോന്ന് ചോദിച്ചാ പപ്പയോട്. കത്രിക എന്തിനാ? പൊട്ടിച്ച്. മാർത്തയുടെ അല്ല ഇത്, ചുമ്മാ വേറെ ഒരു ആവശ്യത്തിന് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ ഇവളിവിടെ ഉള്ള സ്ഥിതിക്ക് ഇവക്ക് കൊടുക്കാതെ വേറെ നിവർത്തിയില്ല. ബാറ്ററി ഉണ്ടോന്ന് ചോദിച്ചേ പപ്പയോട്. ചോദിക്ക് പപ്പ, ബാറ്ററി ഉണ്ടോന്ന് ചോദിച്ചേ. ഒരെണ്ണം തരാവോന്ന് ചോദിച്ചേ. പപ്പയോട് ചോദിക്കും ഒരെണ്ണം തരാവോന്ന്. ഇതെന്നാ ബാധ്യത ഇല്ല മോനെ. ഇതെന്താ മാർത്ത കയ്യില്? പെൻഗിനാണോ? ഓഫാക്കിക്കോ.
വേണ്ടേ? സൗണ്ട് കേക്കുന്നില്ല മോനെ. നീ ഉടുപ്പുണ്ട്, ഉടുപ്പ് നോക്കട്ടെ നമുക്ക്. കൊറേ നാട്ടിൽ വരുവാണല്ലോ എന്നുള്ളത് അറിയാവുന്ന കാരണം സമയം കിട്ടുമ്പോ കുറച്ചായിട്ട് ഓർഡർ ചെയ്തതോ, ഒന്നിച്ച് ഓർഡർ ചെയ്തതല്ല, മെല്ലെ മെല്ലെ. മറ്റൊരു ഉടുപ്പ്. ഇതെന്താ മാത്രം കയ്യില്? ടോയ്സ് ആണ്. ആര് തന്നെ ടോയ്സ്? ഞാൻ ക്രിസ്മസ് ട്രീ ലേറ്റ് ആയി, എന്നാലും ക്രിസ്മസ് ട്രീ വെക്കാന്ന് വിചാരിച്ചു നമ്മളിവിടെ. അപ്പൊ അതിനു വേണ്ടി ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളും എല്ലാം ഉണ്ട്. ലൈറ്റ് ഉണ്ടാ അവിടെ? ലൈറ്റ് സ്വിച്ച് ബോർഡൊന്നും ഇല്ലല്ലോ, പിന്നെ കത്തിക്കാം. പപ്പ കത്തിച്ച് തരും. ടോയ്സ്. ഈ കത്രിക, അത്ത കത്രിക കണ്ടോ? ഈ കത്രിക എവിടെ? കിട്ടി. ഞാൻ നോക്കട്ടെ ഇതെന്നെ സാധനം. ഇപ്പൊ ട്രീ വെക്കാന്ന് വിചാരിച്ച് ട്രീക്ക് വേണ്ടി ഓർഡർ ചെയ്ത സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ ക്രിസ്മസിന് DIY ചെയ്യാൻ വേണ്ടി വാങ്ങിയ കുറച്ച് സാധനങ്ങള്. ഒരു സാധനം ഇന്നലെ രാത്രി വന്നതേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഇന്ന് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് എന്നാ പിന്നെ അത് പൊട്ടിക്കാം. പൊട്ടിക്കാം. ഇതെന്താ ക്രിസ്മസ് ട്രീയെ തൂക്കാനുള്ള സാധനങ്ങളാ. ഇനി എന്നാ നോക്കാലോ. ഇനി എന്താ വീട്ടിലുള്ള സാധനം. കത്രിക എന്തിയെ? കത്തിട്ടോ കത്രിക. മാമനിപ്പൊ മാർത്തക്ക് ബാറ്ററി ഇട്ട് ടോയ്സും കൊണ്ട് വരും കേട്ടോ. ഇതാണൊരു സാധനം മോളെ, മാർത്തക്കുള്ള സാധനം. സർപ്രൈസ് ആയത് മാർത്തക്ക് സർപ്രൈസ് ആണല്ലോ ഇത്. ഇത് നമുക്ക് പൂളുണ്ടാക്കാനുള്ള സാധനാ. മാർത്തക്ക് പൂളി ചാടാൻ വേണ്ടിട്ടേ, പൂളുണ്ടാക്കാൻ വേണ്ടി വെള്ളം മാർത്തക്ക് ഇഷ്ടമായത് കൊണ്ടേ മാർത്തക്ക് ഇതാണ് സ്വിമ്മിംഗ് പൂൾ. ഇതുണ്ടോ പൂളിച്ചാടുന്ന സാധനം? കണ്ടോ? പൂളിച്ചാടുന്ന സാധനം. അപ്പോഴോട് പറയാം നമുക്ക് ഇന്നത്തെ വെള്ളം നിറച്ചു തരാം. ഇതാണോ? മാർത്തക്ക് കയറാം. മഴയല്ല, തണുപ്പൊക്കെ പോയി വെയിലൊക്കെ ആയി കഴിയുമ്പോ നമുക്ക് ഇത് ഇടുന്നതല്ല. ഇത് പൂളിച്ചാടുമ്പോ കൊണ്ടുപോകാനുള്ളതാ. അമ്മ പൊട്ടിക്കണോ? അമ്മയോട് സോഫ്റ്റ് ആയിട്ട് പറയും പൊട്ടിക്കാൻ. അമ്മയെ പൊട്ടിച്ചു തരുവോ? ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സാധനങ്ങളാ. അന്നേരം എടുക്കാം. പക്ഷെ ഇപ്പൊ ഇത് നമുക്ക് കൊടുത്ത ഇതിൽ പൊട്ടിച്ചു. ഒരെണ്ണം തരാം. മാർക്കറ്റ് 3, 4 3, 4, 2. ഇനി വേണോ? ഇനി മാർത്തേക്ക് തന്നാലേ മാത്രമേ ഗ്ലിറ്റർ 2, 3 ആയേ. മതി, കഴിഞ്ഞു മതി. അതുകൊണ്ട് അത് ഇനിയാണ് എന്റെ സാധനങ്ങൾ. ഇതെല്ലാം പല പ്രാവശ്യമായിട്ട് നൈക്കെന്ന് വന്ന സാധനങ്ങൾ. ഞാനിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കണ്ട് റെഫറൻസ് ഒക്കെ നോക്കി ഓർഡർ ചെയ്തേക്കുന്ന കുറച്ച് പിന്നെ ഒരു സെയിൽ ഉണ്ടായിരുന്നല്ലോ, 11 സെയിൽ. അതിന് buy 1 get 1 അങ്ങനെയൊക്കെ ഓഫർ, പിങ്ക് ഫ്രൈഡേ സെയിൽ. അതിലേതോ ഒന്ന് വന്നപ്പം ഞാൻ ഓർഡർ ചെയ്ത് വെച്ചത്. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഇരിക്കേ. ഇതിനകത്ത് എന്നാ ഉള്ളേ നോക്കാം. ഇതേരെ തന്നേ മാർത്തക്ക്?
ഇതെന്താ മക്കളുടെ കയ്യില്? ആ അതാ ഇത് പിങ്ക് ഫ്രൈഡേ സെയിലായതുകൊണ്ടായിരിക്കും പിങ്ക്. അറിയത്തില്ല കേട്ടോ. പിങ്ക് ടേപ്പ്. ഇത് ലാസ്റ്റ് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളാണ്. കാനഡ ഡ്രോപ്പ് ക്രീം. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ കാണാതെ പോയത് കാരണം ഞാൻ വേറെ ഓർഡർ ചെയ്തു. ഫേസസ് കാനഡയുടെ പീച്ചസ് ആൻഡ് ക്രീം ടിൻറ്റഡ് മോയ്സ്ചറൈസർ. പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. ഇതെന്താ? നെയിൽ റിമൂവർ. ഇത് ഫ്രീ കിട്ടിയ സാധനം വാങ്ങിച്ചപ്പം ബൈ വൺ. ഇതെന്താ? തോതക്കണം. നോക്കട്ടെ ഇതെന്താ. ഇത് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ. തലയിൽ അതും ഇതൊക്കെ ചെയ്യുമ്പോ അന്നേരം അതിനെ അടിക്കാൻ വേണ്ടി വാങ്ങിയ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ. ഇത് ഞാൻ കൊറേ വീഡിയോയിൽ കണ്ടു കേട്ടോ. മിൽക്കി ടോണർ അങ്ങനെ വാങ്ങിയത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. നിക്ക് സോഫ്റ്റ് ആയിട്ട് പറയും. അയ്യോ തുറക്കാൻ പറ്റുന്നില്ല. വേറെ ഉണ്ട് ഇതിനകത്ത്, അത് തുറക്കാം. ഇതിനകത്തെന്താ നോക്കാവേ. ഇതെന്താ തുറക്കണം. ഇത് ഡോട്ട് ആൻഡ് കീയുടെ റെറ്റിനോൾ നൈറ്റ് റിപ്പയർ ക്രീം. ഇത് നോക്കാം. മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇതായി ഡള്ളായി വരുവാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു സെറ്റാണ്. ഡോട്ട് ആൻഡ് കീയുടെ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ക്രീം. ഇത് ക്രീമാന്ന് പറയും. എവിടെ ക്രീം തേക്കുന്നേ? പിന്നെ ഒരു സാധനമുണ്ട്, അർബൻ യോഗിന്റെ ഓട്ടോമാറ്റിക് ഹെയർ കേളർ. ഇനി ഞാൻ മുടി ചുരുട്ടി നടക്കും. കുറേ നാളായിട്ട് ഇത് വാങ്ങണം. പിന്നെ മുടി കൊഴിച്ചില് ഒന്നും ചെയ്യാതിരുന്ന് വാങ്ങാതിരിക്കുമായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം അത് വാങ്ങി നോക്കാന്ന് വിചാരിച്ചു. മുടി ചുരുട്ടി നടക്കും ഞാൻ. ഇതാ നോക്കുന്നത്. അയ്യോ ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കിട്ടി ഗൈസ്. പിങ്ക് ഫ്രൈഡേ സെയില്. എല്ലാത്തിനും ഒന്നുമില്ല, ഏതോ ബൈ വൺ ഗെറ്റ് വണ്ണും അല്ല, ഏതോ ഉണ്ട്. നോക്കാം, അറിയില്ല. ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഫോക്സ് ടെയിലിന്റെ ഫേസ് മാസ്ക്. നീ ഇവിടെ ഫേസ് മാസ്ക് ഒക്കെ സാധനം ഉണ്ടല്ലോ. പിന്നെ കാണാൻ അങ്ങനെയല്ല, ഞങ്ങള് കോമൺ ആയിട്ട് അവിടെ നമ്മൾ സിംഗപ്പൂരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം, സെറ്റാഫിലിന്റെ ഫേസ് വാഷും മാർക്കറ്റ് കുളിക്കാനുള്ള അവിനോടെ വാഷിംഗ് ഷാമ്പു. എന്താ പറയുക? ഇതെന്നാ വാർത്ത? ഇതെന്താ? ഇതെന്താ പറ? തൂത്തോ? ഇതെന്നാ? എന്താ പറ? പിന്നെ എന്താ? ഫോക്സ് ടെയിലിന്റെ സൺസ്ക്രീൻ. നമുക്ക് ഞാൻ ഇതിന് മുന്നേ ഞാൻ അവിടെ ഉപയോഗിച്ചോണ്ടിരുന്നത്, കാരണം പിന്നെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തു നാട്ടിൽ വെച്ചിട്ട്. പോകണോ? ഇനി 2 എണ്ണം കൂടെ ഉള്ളു, ഇപ്പൊ തീരും. ഇവിടെ ഒന്ന് ഇരിക്കും. ഇതിന് ഇനി കിട്ടാത്ത ഹൈറ്റില്ല അവിടെ. ഏത് റീൽ കണ്ടാലും ഈ 2 ഇതിന്റെ അണ്ടറാം ന്യൂറോണും പിന്നെ വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സിറം. ഇനി ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. ട്രൈ ചെയ്ത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നാട്ടിൽ വരുന്നത്. ഇപ്പൊ മണിച്ച് ഓർഡർ ചെയ്തത് അല്ലേ? ഇനി നമ്മള് ക്രിസ്മസ് ട്രീ ഒക്കെ ഇനി വല്ല സമയത്ത് ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി. സാരമില്ല, വീണോടി. മെല്ലെ ഓടണ്ടായിരുന്നോ? എന്തിനാ അത്രയും സ്പീഡിൽ?
മാർത്ത ഇപ്പൊ കുണ്ടി അടിച്ചൊരു വീഴ്ചയൊക്കെ വീണു. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത് പ്രമാണിച്ച് വാങ്ങിയേക്കുന്നത്. പിന്നെ കുറച്ച് തുണി അതും ഇതും അങ്ങനെ. ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഇപ്പോൾ ഓൾറെഡി 17-ാം തീയതി ആയില്ലേ. ഇന്നോ നാളെയൊക്കെ ആയിട്ട് കരോള് വരുന്നതിന് മുന്നേ ക്രിസ്മസ് ട്രീയും കൂടെ സെറ്റാക്കിയാൽ തീർന്നു. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇനിയിപ്പോൾ വരുന്ന കുറച്ച് വീഡിയോസൊക്കെ നാട്ടിലെ അതും ഇതുമൊക്കെ ആയിരിക്കും. സോ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്കൂ. See you all with a new video. ബൈ പറഞ്ഞേ. അടുത്തത് ബൈ പറയേ. ടാറ്റ ആ പെട്ടി എടുത്ത് തരാം. ടാറ്റ പറഞ്ഞേ. ടാറ്റ ബൈ പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഐ ലവ് യു പറഞ്ഞേ. ഐ ലവ് യു ഉമ്മോടത്തെ. ഉമ്മോടത്തെ എല്ലാവർക്കും ഫ്ലൈങ് കിസ് പെട്ടി എടുത്ത് തരാം. ഫ്ലൈങ് കിസ് കൊടുക്ക്. മർത്തയുടെ വീഡിയോ കാണണേന്ന് പറ. വേറെ പെട്ടി തരാം. മർത്തയുടെ വീഡിയോ കാണണേന്ന് പറ. ഓക്കെ ബൈ. ബൈ. ഹാപ്പി ക്രിസ്മസ്.